എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു അയലക്കൂട്ടാൻ വെക്കാം. അതിനായിട്ട് ഞാൻ ഒരു 3 അയല നന്നായിട്ട് വൃത്തിയാക്കി ഉപ്പിട്ട് കഴുകി അതിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ അയലക്കൂട്ടാൻ വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് വാളംപുളിയുടെ വെള്ളമാണ്, കുടംപുളിയല്ല, വാളംപുളി. ഇതിനകത്ത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ 2 വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചത്. ഇത് മല്ലിയില. ഇത് 2 തക്കാളിയുടെ പ്യൂരിയാണ് മിക്സിയിലിട്ട് അടിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. വെള്ളം ഒഴിക്കാതെയാണ്. ഇത് കറിവേപ്പില. പിന്നീട് ഇത് തേങ്ങാപ്പാൽ. 1-ാം പാലല്ല, 2-ാം പാലും അല്ല, എന്നാൽ അതിനിടയ്ക്കുള്ള പരുവത്തിൽ കുറച്ച് കുറുകിയ തേങ്ങാപ്പാൽ. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് സ്വല്പം ഉലുവ, കടുക്, മുളക് പൊടി, മഞ്ഞൾ പൊടി, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ അയല കൊണ്ട് ഒരു കൂട്ടാൻ വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടിക്ക് പകരം നമുക്ക് ചീനിച്ചട്ടി ആയാലും മതി, ഉരുളി ആയാലും മതി, ഏതാണോ നമ്മൾ മീൻ കൂട്ടാൻ വെക്കുന്നത് ആ പാത്രം വെച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ചട്ടി ചൂടായിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരട്ടെ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി. അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉലുവ. ഈ സ്പൂണിന് 1/2 സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഉലുവ എന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് വരുന്നു, നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകും ഉലുവായും പൊട്ടി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് ഇത്ര ഇട്ട് കൊടുക്കും. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും വറ്റൽമുളകും എല്ലാം ഒന്നും ചെറുതായിട്ട് മൂത്ത് വരുന്നു. പച്ചമണമൊക്കെ മാറി ഒരു മൂത്ത മണം വന്നു തുടങ്ങി. ഇനി ആ സമയം നമുക്ക് ഈ സവാള അങ്ങോട്ടിട്ട് കൊടുക്കും. സവാള നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. നമ്മുടെ ഉള്ളിയുടെ നിറവും സവാളയുടെ നിറവും ഒക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് തന്നെ മൂക്കും. അതുകൊണ്ട് നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി ഈ പരുവത്തിൽ കിട്ടി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുന്നതിനോടൊപ്പം ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിന് ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു കളറും എന്നാൽ അധികം കളറുമല്ല, എന്നാൽ പാകത്തിനുള്ള കളറും ആകത്തക്ക രീതിയിൽ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളിക്ക് നന്നായിട്ട് റോസ്റ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഇതിലിട്ടിരിക്കുന്ന മുളക് പൊടിയൊക്കെ ഒന്ന് എടുത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് വരും. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തക്കാളി നന്നായിട്ട് റോസ്റ്റായി. സവാളയും തക്കാളിയും മുളക് പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന 2 തക്കാളിയുടെ പ്യൂരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളമയമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം.
നമ്മൾ തക്കാളിയുടെ പ്യൂരി ചേർത്തത് വെള്ളമെല്ലാം പറ്റി എണ്ണ തെളിഞ്ഞു. ഇപ്പം തന്നെ നല്ല ഒരു മണമുണ്ട്. ഈ കറി നമുക്ക് ചോറുണ്ണാനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ചപ്പാത്തി കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രേവിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ചേർക്കേണ്ടത് വാളംപുളിയുടെ വെള്ളം. വാളംപുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ പുളി, കുടംപുളി മീനിനെ ചേർക്കുന്നതല്ല, സാമ്പാറിന് ചേർക്കുന്ന പുളിയാണ്. അത് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. പുളി അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ മതി. ഞങ്ങൾക്ക് പുളി വളരെ കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട, കാരണം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അന്നേരം എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് വെള്ളമാകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്രേവിയുടെ കളർ മാറി വരുന്നുണ്ട്. നമ്മുടെ ഗ്രേവി പതുക്കെ തിളയ്ക്കാൻ തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഒരിക്കലും ഒന്നാം പാല് ചേർക്കരുത്, കാരണം പുളിയുണ്ട്, ചൂടാണ്, അത് പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കറി കൂട്ടാനായിട്ട് ഒരു സ്വാദും കാണത്തില്ല, കാണാനും ഭംഗി കാണത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ഒന്നാം പാല് ചേർക്കരുത്. രണ്ടാം പാലിനേക്കാൾ സ്വല്പം കൂടി കുറുകിയ പാല് ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. തീ വളരെ ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. തവി വെച്ച് ഇളക്കരുത്, പതുക്കെ ചട്ടി ഇങ്ങനെ പിടിച്ച് പതുക്കെ ചുറ്റിച്ചു കൊടുക്കാം, അടുക്കി പിടിക്കാതെ. ഇനിയും വീണ്ടും വെക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം, കാരണം അടുക്കി പിടിക്കരുതല്ലോ. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി ചുറ്റിച്ചു കൊടുക്കാം. ഒരിക്കലും തവിയിട്ട് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ചാറ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ചട്ടിക്കകത്തിരുന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകും. അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റിയായ അയലക്കറി തയ്യാറായി. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് വിളമ്പാം.